ഫോട്ടോ കണ്ടതിന് ശേഷം പിന്നെ ഇനി പട്ടേൽ ഇനി എന്തുത്തരവിറക്കിയാലും, ആരുടെ വീട് വന്ന് പൊളിച്ചാലും, ആ വീട് താർപ്പായിട്ട് മറച്ചു വെക്കേണ്ടി വന്നാലും, പട്ടേൽ ഒരുക്കിയത് പട്ടേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ശരിവെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. കാരണം അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ നേതാവിന്റെ പേര് കളങ്കപ്പെട്ടു പോകും. എന്നാൽ ഭരണപക്ഷം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഈ നാടിനെയും നാട്ടുകാരെയും ചേർത്ത് പിടിക്കാൻ നമ്മളല്ലാതെ മറ്റാരെ എന്ന മാനിഫെസ്റ്റോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉയർത്തിപ്പിടിച്ച ലക്ഷദ്വീപിന്റെ ഇതിഹാസ നായകൻ മർഹൂം ഡോക്ടർ കോയ സാഹിബിന്റെ പ്രസ്ഥാനം ഇന്നത്തെ ഈ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രംഗത്തിറങ്ങുകയാണ്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ദീർഘവീക്ഷണമുള്ള നേതാവ്, കാലത്തിനൊപ്പം ഈ ലക്ഷദ്വീപ് ജനതയെ മുന്നോട്ട് നയിക്കാൻ ബാക്കി വെച്ചുപോയ ലക്ഷദ്വീപിലെ ഏക സ്വതന്ത്ര വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ എക്കാലത്തെയും പോലെ ഈ കാലഘട്ടത്തിലെയും ഏറ്റവും അനിവാര്യമായ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം, യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തൊഴിലില്ലായ്മ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു യത്നത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 3000-ലധികം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും LSAയിലെ ഒരു പ്രവർത്തകൻ സധൈര്യം ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയും, നിങ്ങൾ പിന്നെ സ്കോളർഷിപ്പ് കൂടി തന്നെ NSAനെ മെമ്പർഷിപ്പ് എടുക്കണ? ഇത്തരത്തിൽ തരം താണ ചോദ്യം തിരിച്ചു ചോദിച്ച മെമ്പർ ഓഫ് പാർലമെന്റ് അദ്ദേഹം ഒരു പൊട്ടനാണെന്ന് നമുക്കറിയാം. നമ്മളെക്കാൾ നന്നായിട്ട് ആ ഭാഗത്തുള്ള കോൺഗ്രസുകാർക്കും അറിയാം അദ്ദേഹം ഒരു പൊട്ടനാണ്. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന് കൈയടിച്ച ചിലരുണ്ടല്ലോ, NSAന്റെ പ്രവർത്തകർ. അവര് ചിന്തിച്ചില്ല, സ്കോളർഷിപ്പ് കൂട്ടുമ്പോൾ കേവലം LSAക്കാരന്റെ പോക്കറ്റിലേക്ക് മാത്രമല്ല ആ സ്കോളർഷിപ്പ് വരുന്നതെന്ന്. ചിന്തിച്ചില്ല, കേവലം NCPക്കാരുടെ വീട്ടുകളിലെ കുട്ടികൾക്ക് മാത്രമാണ് ആ സ്കോളർഷിപ്പ് ലഭിക്കുന്നതെന്ന്, അത് അവർക്കും കൂടി ലഭിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ പോലും മറന്ന്, അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ള തലച്ചോറ് പോലും ഇല്ലാതെ അവരത് കേട്ടിടുന്ന് കൈയടിച്ചു. അതേപോലെ തൊഴിലില്ലായ്മക്കെതിരെ, ഇവിടെ യുവാക്കളുടെ തൊഴിലില്ലായ്മക്കെതിരെ LSA ഒരു പ്രസ്ഥാനം ഇങ്ങനൊരു പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ അതൊരിക്കലും LSAക്കാരന് ജോലി തരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റമല്ല, കേവലം NCPക്കാരുടെ മക്കൾക്ക്, അവിടുത്തെ യുവാക്കൾക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ലക്ഷദ്വീപിലെ മുഴുവൻ യുവാക്കൾക്കും അവകാശപ്പെട്ട ജോലിയാണ് അഡ്മിനിസ്ട്രേഷൻ പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസുകാരുടെ മക്കളുമുണ്ട്. എന്നാൽ അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാതെ, ബുദ്ധിയില്ലാതെ അവരത് കേട്ടിരുന്ന് കൈയടിച്ചു. അത് പക്ഷേ അമിനിയിലെ കോൺഗ്രസുകാരായതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അതുകൊണ്ടാണല്ലോ അവരെ കാക്കച്ചി കോൺഗ്രസ് എന്ന് ലക്ഷദ്വീപ് മുഴുവനും അങ്ങനെ അറിയപ്പെടുന്നത്. എന്നാൽ അവരുടെ ആ നേതാവ് ഇരിക്കാം, പക്ഷേ അള്ളാന്റെ പടപ്പുകളെ ഭയപ്പെടാൻ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിക്കാത്ത കാലത്തോളം എന്തനീതി കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഈ പ്രസ്ഥാനം ഉണ്ടാവും. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം, നാളെയോ മറ്റന്നാളോ ഇവിടെ ഇലക്ഷനൊന്നും നടക്കാൻ പോകുന്നില്ല. എത്ര കണ്ട് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്താലും അതൊന്നും ഇലക്ഷനിൽ ഫലമായി കാണാനും പോകുന്നില്ല. ഇനി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, ഈ പ്രസ്ഥാനം പോരാട്ടം നടത്തി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും ആദ്യം വരുന്നത് ഇതെന്താണെന്ന് പോലും അറിയാത്ത, ഓയിൽ ടാങ്കർ എന്താ, പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരുത്തന്റെ നെഞ്ചത്ത് വഹിവെച്ചിട്ടുള്ള ഫോട്ടോയാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ സമൂഹത്തോട്, ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. കാരണം ഇവിടെ നഷ്ടം സംഭവിച്ചാൽ അത് ലക്ഷദ്വീപുകാരനാണ് നഷ്ടം സംഭവിക്കുന്നത്, അല്ലാതെ ഇടപ്പള്ളയിൽ സുഖവാസം നടത്തുന്ന കോടീശ്വരന് ഇവിടെ ഒരു ജോലിയില്ലെങ്കിലോ ആരെങ്കിലും പിരിച്ചുവിട്ടാലോ ഇവിടത്തെ കെട്ടിടങ്ങൾ പൊളിച്ചാലോ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ എന്ത് നഷ്ടപ്പെട്ടാലും അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ നഷ്ടമാണ്. ആ നഷ്ടം നികത്തേണ്ടത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടി കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഈ പ്രസ്ഥാനത്തെ നയിച്ചത് മറ്റു ചിലരാണ്, ഇന്ന് ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ നയിക്കുന്നു, നാളെ മറ്റാരെങ്കിലും ഈ പ്രസ്ഥാനത്തെ നയിക്കും. എന്നാൽ ലക്ഷദ്വീപുകാരന്റെ അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുൻനിര കാക്കാൻ LSA എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുകയാണ് നിങ്ങൾക്ക്.